ചിക്കൻ കറിക്ക് ആദ്യം തന്നെ ചിക്കൻ നമ്മൾ കഴുകി വൃത്തിയാക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ ഇതെന്തായിരുന്നു മുളക് പൊടി, അതോടൊപ്പം തന്നെ ഇത് കുരുമുളക് പൊടി, ഇത്രയും നമ്മൾ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മളൊരു പാത്രത്തിലോട്ട് ഇടുക. ഇട്ടിട്ട് ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ചേർക്കണേ. ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന നമ്മുടെ ചിക്കനില്ലേ, ആ ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കൻ ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. അത് മിക്സ് ചെയ്ത് കുറച്ച് സമയം ഇരിക്കണം. കുറഞ്ഞത് അരമണിക്കൂർ നമുക്ക് ഇരിക്കണം. മാക്സിമം കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യാനായിട്ട് നോക്കണേ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്പൂണൊക്കെ ഇട്ട് മിക്സ് ചെയ്യുമ്പോൾ ഈ ചിക്കനിലോട്ട് ഇത് നന്നായിട്ട് പിടിക്കത്തില്ല. ഇങ്ങനെ നന്നായിട്ട് പിടിപ്പിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് മൂടി വെച്ച് തട്ടിപ്പൊത്തി മൂടി വെക്കണം. ഒരു 30 മിനിറ്റെങ്കിലും കുറഞ്ഞ് നമ്മൾ വെച്ച് കഴിഞ്ഞിട്ട് നമുക്കെടുക്കാം. കറിയിലോട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ തക്കാളിക്ക നീളത്തി അരിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് സബോള, പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയും രണ്ടും ഉണ്ട് കേട്ടോ, എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തക്കാളിക്ക ഞാൻ നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉരുളക്കിഴങ്ങ് അരിഞ്ഞ് വെള്ളത്തിയിട്ടുണ്ട്. പിന്നെ കറിവേപ്പില അറിയാമല്ലോ, നമുക്ക് ആവശ്യം വേണ്ടതുകൊണ്ട് തന്നെ കറിവേപ്പില വേണം. ഇത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ സബോള മൊത്തം നമ്മൾ എടുക്കണില്ല, ഇതിൻ്റെ പകുതി സബോളയുള്ള എടുക്കുന്നുള്ളൂ. അതിന് ശേഷം നമ്മൾ ബാക്കി ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ചട്ടി അടുപ്പിൽ വെച്ച് അതിലോട്ട് എണ്ണ ചൂടായി കഴിയുമ്പോൾ കുറച്ച് സബോള, ഒത്തിരി സബോള ഇടല്ലേ, കുറച്ച് സബോള ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ഈ ഇഞ്ചി വെളുത്തുള്ളി മൊത്തം അതിനകത്ത് ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് അത് നന്നായിട്ട് വഴട്ടെ കേട്ടോ. നന്നായിട്ട് വഴന്ന ശേഷം, ഇതെൻ്റെ വേർഷൻ ഓഫ് ചിക്കൻ കറിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ ഇങ്ങനെ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം കേട്ടോ. എപ്പോഴും ഒരേ രീതിയിൽ ചിക്കൻ കറി ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മടുപ്പല്ലേ. പിന്നെ പ്രത്യേകിച്ച് ഇവിടെ ഞങ്ങൾക്ക് കിട്ടുന്ന ചിക്കൻ ഒരു ടേസ്റ്റുമില്ല. നാട്ടിലത്തെ ചിക്കൻ അപേക്ഷിച്ച് നോക്കുമ്പം ഇവിടെ കിട്ടുന്ന ചിക്കൻ നമുക്ക് വായിൽ വെച്ച് കഴിഞ്ഞാൽ ചിക്കനാണെന്നേ ഫീൽ ചെയ്യില്ല. അപ്പം ഇങ്ങനെ വെറൈറ്റി പിടിച്ചില്ലെങ്കിൽ നമുക്ക് ആ ചിക്കൻ കറിയുടെ ഫീലിങ്സ് ഒന്നും കിട്ടില്ല. അതുകൊണ്ട് ശരിക്കും നാട്ടിലെ ചിക്കൻ, നാട്ടിലെ ബീഫ് എന്നൊക്കെ പറയുമ്പം അതൊക്കെ ഒരു മിസ്സിങ് ആണ്. പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഉള്ളതും കൊണ്ട് നമുക്ക് ഓണം പുഴക്കുന്നതെന്ന് പറഞ്ഞ കണക്ക് നമുക്ക് പല രീതിയിലുണ്ടാക്കി നമുക്ക് കഴിച്ചു. സബോളയൊക്കെ ഒരുമാതിരി വഴന്ന് വേണ്ട കേട്ടോ. ആ ടൈമിൽ ഞാൻ ഇവിടെ പെരിഞ്ചീരകം എടുത്ത് വെച്ചിട്ടുണ്ട്. ആ പെരിഞ്ചീരകം ഇതിലോട്ട് ഇട്ട് കൊടുക്കും കേട്ടോ. പിന്നെ ഇതിൻ്റെ അത് ഗരം മസാലയും മല്ലിപ്പൊടി ഞാൻ പൊടിയായിട്ട് ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളതുകൊണ്ട് അത് ഞാൻ തക്കാളിക്കായും കൂടി വഴറ്റിയ ശേഷമുള്ള ഇടുന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ ഇതാ പെരിഞ്ചീരകം ഇട്ട് കൊടുത്തു. ഈ പെരിഞ്ചീരകം ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ തക്കാളിക്കായും കൂടി ഇട്ട് കൊടുക്കുക. തക്കാളിക്കായും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റണം. അപ്പം തക്കാളിക്ക വഴന്ന് കഴിഞ്ഞ ശേഷം നമുക്കതിലോട്ട് ഈ മല്ലിപ്പൊടിയും നമ്മുടെ ഗരം മസാല പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് എല്ലാം കൂടി നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കണേ. പിന്നെ ഇതിലോട്ട് മഞ്ഞൾപ്പൊടി ഉണ്ട്, അത് ഞാൻ ഈ മറ്റേ മസാലപ്പൊടി ഇടുന്ന സമയത്ത് ഇടാവേ കേട്ടോ. ഏകദേശം ഒരു സ്പൂൺ ഓൾറെഡി നമ്മൾ ചിക്കൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി, അതുകൊണ്ട് നമുക്ക് കുറച്ച് മതി. പിന്നെ നമ്മുടെ മല്ലിപ്പൊടിയും ഗരം മസാലയും ഇതും കൂടി ഞാൻ ഇടുവാണേ. ഇതങ്ങ് തൂത്തിട്ടേക്കാം നമുക്ക്. ഞാൻ ഇവിടെ ഭംഗിയൊന്നും നോക്കുന്നില്ല, കാരണം വെറുതെ സാധനങ്ങൾ വേസ്റ്റാക്കാൻ എനിക്ക് ഇഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ട് കൈകൊണ്ട് തന്നെ അങ്ങ് വടിച്ചങ്ങിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. ഇത് ചെറിയ തീയിൽ വേണം ഈ പൊടി ഇട്ട ശേഷം നമുക്ക് പിന്നെ ചെയ്യാനായിട്ട് കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ നന്നായിട്ട് പച്ചമണം മാറണേ. പച്ചമണം മാറിയ ശേഷം നമുക്ക് മിക്സിയുടെ ജാറിൽ അരച്ചിട്ടെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഇതൊന്ന് മൂടി വെച്ച് ആ തക്കാളിക്ക ഒന്ന് വഴന്ന് വരട്ടെ കേട്ടോ. തക്കാളിക്ക ശരിക്കും ഇതിൻ്റെ അത് ഇപ്പോൾ വഴന്നിട്ടില്ല, ഒരു ചെറുതായിട്ടൊന്ന് വഴട്ടെ കേട്ടോ. നമ്മൾ ഇനി അടുത്തത് അത് തണുക്കാൻ വെച്ചേക്കുവാണ് നമ്മൾ വഴന്ന സാധനം. ഇനിയിപ്പോൾ എണ്ണ ഒഴിക്കുക. അതിലോട്ട് എണ്ണ ചൂടായി, ഓൾറെഡി ഈ ചട്ടി തന്നെ യൂസ് ചെയ്തത്, അപ്പോൾ ചട്ടി ഓൾറെഡി ചൂടായിട്ടായിരിക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലോട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാക്കി വെച്ചേക്കുന്നത് നമ്മുടെ സബോള. ആ സബോള ഇട്ട് പച്ചമുളക് ഇടുവാണേ. സബോളയും പച്ചമുളകും ഞാൻ ഇട്ട് കൊടുക്കുന്നു. ഇത് നന്നായിട്ട് വഴറ്റി വരട്ടെ കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ വെച്ചേക്കുന്ന നമ്മുടെ എന്തുവായിരുന്നു അരയ്ക്കാൻ വെച്ചേക്കുന്നത് തണുത്തിട്ട് അരച്ച് വരാം കേട്ടോ. സബോള നന്നായിട്ട് വഴന്നു, ആ പച്ചമുളകിൻ്റെയൊക്കെ ഫ്ലേവറൊക്കെ ഇറങ്ങാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ നമുക്ക് ആവശ്യത്തിനുള്ള ചിക്കൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാവേ. തീ കുറച്ച് വെച്ചിട്ട് വേണം എടുക്കാനായിട്ട്. ഈ ചിക്കൻ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട്
ഒരു 10 മിനിറ്റ് ചിക്കൻ ഇതിൻ്റെ അകത്ത് മൂടി വെച്ച് നമുക്ക് ചെറിയ തീയിൽ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഒരു 10 മിനിറ്റ് ചിക്കൻ അവിടെ ഇരുന്ന് വേവട്ടെ കേട്ടോ. നമ്മുടെ ചിക്കൻ ഞാൻ ഇടയ്ക്ക് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ ഇവിടെ കഴുകി വെക്കുന്ന നമ്മുടെ പൊട്ടറ്റോ ഇല്ലേ, അതും കൂടി ഇട്ട് ഇതിൻ്റെ മുകളിലോട്ട് കൊടുക്കുവാണേ. അപ്പോൾ ഈ ടൈമിൽ പൊട്ടറ്റോയും ചിക്കനും കൂടി മിക്സ് ചെയ്ത് നമുക്ക് വെക്കാം. ഞാൻ ഇതിൽ കറിവേപ്പില ഇട്ടിട്ടില്ല കേട്ടോ ചിക്കനിൽ. അപ്പം ഇത്തിരി കറിവേപ്പിലയും കൂടി ഞാൻ ഇടുവാണ്. കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് ചിക്കൻ നമുക്ക് മൂടി വെക്കാം. ചെറു തീയിൽ കിടന്ന് വേവിക്കാം കേട്ടോ. ഇടയ്ക്ക് ചിക്കൻ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ചിക്കൻ ഞാൻ മൂടി വെക്കുക കേട്ടോ. ഞാൻ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കുന്നുണ്ട്. അപ്പം ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ആ വെള്ളത്തിൽ കിടന്ന് നമ്മുടെ പൊട്ടറ്റോ വേണം, എന്നാലുള്ള അതിൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടത്തുള്ളൂ. ചിക്കൻ്റെ ഒരു ഫ്ലേവറോടുകൂടി നമുക്ക് കിട്ടണ്ടേ. അപ്പം ഇതുണ്ടോ പൊട്ടറ്റോയും എല്ലാം കൂടി. എനിക്കൊന്ന് പൊട്ടറ്റോ ഏകദേശം വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്കിതിലോട്ട് നമ്മുടെ അരച്ച് വെച്ചേക്കുന്ന മസാല ചേർത്ത് കൊടുക്കും. ഇപ്പോൾ ഞാൻ ഇവിടെ മസാല ചേർത്ത് കൊടുക്കും കേട്ടോ. അരച്ച് വെച്ചേക്കുന്ന നമ്മുടെ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ മസാല മുഴുവൻ ചേർത്ത് അരച്ച ആ ജാറിൻ്റെ അകത്ത് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നമ്മൾ കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എനിക്ക് തോന്നുന്നു ഈ പാത്രം ചെറുതായിട്ട് പോരാൻ തോന്നുന്നു. കാരണം ഞാൻ ആദ്യം കുറച്ച് ചിക്കൻ വെക്കാമെന്നാണ് വിചാരിച്ചത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ബാക്കി ചിക്കനും കൂടി ചേർത്തതിലോട്ട്. അപ്പം സംഭവം നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി ഇത് ഒന്നും കൂടി നമുക്ക് മൂടി വെച്ച് വേവിക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഇവിടെ അരിഞ്ഞ് വെച്ചേക്കുന്ന നമ്മുടെ തക്കാളിക്കയില്ലേ, ആ തക്കാളിക്ക ഇട്ടങ്ങ് കൊടുക്കുക. അതങ്ങ് മുകളിലോട്ട് ചുമ്മാ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് വേവിക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ഇങ്ങനെ തിളച്ച് വരുമ്പോൾ 2-3 കറിവേപ്പില ഇങ്ങനെ അങ്ങോട്ട് ഇട്ടെടുക്കാം. പിന്നെ ഇച്ചിരി നമ്മുടെ കോക്കനട്ട് ഓയിൽ ഇട്ട് കൊടുക്കണേ. അപ്പം ആ ഒരു നാടൻ വറുത്തരച്ച ടേസ്റ്റിൽ ഇപ്പം തന്നെ വറുത്തരച്ചതിൻ്റെ മണം വരുന്നുണ്ട്. ഞാൻ തേങ്ങ വറുത്തരച്ചില്ലേലും ബാക്കി സംഭവങ്ങളെല്ലാം നമ്മൾ വറുത്തരച്ചല്ലോ. അപ്പോൾ പിടിയിൽ ഓൾറെഡി ആവശ്യത്തിൽ കൂടുതൽ തേങ്ങാപ്പാലെല്ലാം ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ എവിടെയെങ്കിലും കുറയ്ക്കണം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കോക്കനട്ട് ഓയിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നു. ഇനി ഇത് നന്നായിട്ടാണ് തിളക്കട്ടെ കേട്ടോ. എണ്ണ തെളിഞ്ഞ് വന്നു കഴിയുമ്പോഴാണ് ഇപ്പോൾ പക്ഷെ നല്ല മണം, സത്യമായിട്ട് ഞാൻ പറയട്ടെ, നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം. പിന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. പിന്നെ എല്ലാവരെയും ഒന്ന് ലൈക്ക് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും, പിന്നെ ഒന്ന് ഷെയർ ചെയ്യുകയും കൂടി ചെയ്യണം കേട്ടോ. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. കൂടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ടേസ്റ്റ് ബേസ് ഓക്കെയാണ്. ഞാൻ നോക്കിയിട്ടും കുഴപ്പമൊന്നുമില്ല. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സൂപ്പർ ചിക്കൻ കറി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. തിളക്കുന്ന കണ്ടോ നന്നായിട്ട്. ഒന്നുകൂടി തിളച്ചോട്ടെ. ഞാൻ ഇച്ചിരിയും കൂടി ഒന്ന് വെള്ളം പറ്റിക്കോട്ടെന്ന് വിചാരിച്ചു. പക്ഷേ ഇതിന് നമ്മൾ പിടിക്ക് വെള്ളം ചാറ് വേണം, എന്നാലും ടേസ്റ്റ് ആവുള്ളൂ. ഒറ്റ ഫ്രെയിമിൽ പിടിയും കോഴിയും കൂടി ഒരുമിച്ച് കാണിച്ചു തരാം കേട്ടോ. പിടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ചിക്കൻ കറി ഫൈനൽ സ്റ്റേജിലാണ്. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ നമ്മൾ ഒഴിച്ചായിരുന്നു. വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നു. ഇനിയിപ്പോൾ ഇത് കുറുകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മൂടി വെക്കാം. ഓക്കെ, എണ്ണ തെളിഞ്ഞു. ഓക്കെ, അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ബൈ ബൈ.